യഥാർത്ഥ പ്രശ്നം എന്താണ്? യഥാർത്ഥ പ്രശ്നം PV അൻവർ ഉന്നയിച്ച രാഷ്ട്രീയ പ്രശ്നങ്ങളാണ്. അൻവർ എവിടെ നിൽക്കുന്നു എന്നതൊക്കെ, അൻവറിന്റെ രാഷ്ട്രീയം ഏത് തരത്തിൽ പോകുന്നു എന്നതൊക്കെ വരുന്ന ദിവസങ്ങളിൽ തീരുമാനിക്കേണ്ടതും രാഷ്ട്രീയത്തിൽ അതിന്റെ നിലപാടുകൾ പിന്നീട് പറയേണ്ടതുമാണ്. പക്ഷേ അൻവർ എവിടെ നിന്നാലും അൻവർ ഉയർത്തിയ രാഷ്ട്രീയ പ്രശ്നങ്ങൾ ഗൗരവമുള്ളതാണ്, ചർച്ച ചെയ്യേണ്ടതാണ്, വിശദീകരണം ആവശ്യമുള്ളതാണ്. ആ അൻവർ ഉയർത്തിയ പ്രശ്നങ്ങളാണ് ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും ഗൗരവപ്പെട്ടതായി നിൽക്കേണ്ടത്. എന്താ അൻവർ പറഞ്ഞത്? അൻവർ CPM-ന്റെ കൂടെ ആയിരുന്നല്ലോ. ഈ നിലമ്പൂരിൽ മത്സരിച്ച് 9 വർഷം ഈ നിലമ്പൂരിലെ ജനങ്ങളുടെ കൂടെ CPM-ന്റെ കൂടെ, ഇടതുപക്ഷത്തിന്റെ കൂടെ ആയിരുന്നല്ലോ. നമ്മളെക്കാൾ കൂടുതൽ ഇടതുപക്ഷത്തോട് അടുത്ത്, നമ്മളെക്കാൾ കൂടുതൽ പിണറായിയുടെ നിലപാടുകൾ അടുത്തറിഞ്ഞ്, തനിക്ക് ബഹുമാനമുള്ള തന്റെ പിതാവിനെ പോലെ താൻ ബഹുമാനിക്കുന്ന ഒരാളെന്ന് കരുതി കൊണ്ടു നടന്ന ഒരു നേതാവ്, അയാൾ ഭരണത്തിന്റെ സമയത്ത് ചെയ്തു വെച്ച കാര്യങ്ങൾ അൻവറിന് കൃത്യമായി ബോധ്യം വന്നു. നമുക്ക് കേട്ടതാണ്, പക്ഷെ അൻവർ അനുഭവിച്ചതാണ്. കാരണം അൻവർ ഉണ്ടായിരുന്നത് ഇടതുപക്ഷ മുന്നണിയിലാണ്, അൻവർ ഉണ്ടായിരുന്നത് ആ മന്ത്രിസഭയിൽ, അതിനകത്തുള്ള അവരുടെ പാർലമെന്ററി പാർട്ടിയിലാണ്, അവിടെയാണ്. അതുകൊണ്ട് നിങ്ങളും ഞാനും കേട്ടതിനേക്കാൾ അൻവർ അനുഭവിച്ചറിഞ്ഞ ചില പ്രശ്നങ്ങൾ അൻവർ ഉയർത്തി. ആ പ്രശ്നങ്ങൾ ചർച്ചയാണ്. അത് കേരളത്തിലെ പോലീസുമായി ബന്ധപ്പെട്ടതാണ്, ആഭ്യന്തരമന്ത്രി പിണറായി വിജയനുമായി ബന്ധപ്പെട്ടതാണ്, ഇടതുപക്ഷ സർക്കാരുമായി ബന്ധപ്പെട്ടതാണ്. എന്താണത്? കേരളത്തിന്റെ പോലീസിൽ അതിഭയാനകമായ വിധത്തിലുള്ള വർഗീയവൽക്കരണം നടക്കുന്നു, സംഘീയവൽക്കരണം നടക്കുന്നു, RSS വൽക്കരണം നടക്കുന്നു. ഇത് അൻവറിന്റെ മാത്രം അഭിപ്രായമാണോ? അൻവർ മാത്രം പറഞ്ഞതാണോ? അല്ലല്ലോ. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഇവിടെ മത്സരിച്ച ആനി രാജ, CPI-യുടെ നേതാവല്ലേ, ആനി രാജ ഡൽഹിയിൽ വെച്ച് പറഞ്ഞത് കേരളത്തിലെ പോലീസിൽ RSS ഗാങ് പ്രവർത്തിക്കുന്നു എന്നാണ്. ഇത് നിങ്ങളൊക്കെ കേട്ടതാണ്, സകലമാന പത്രങ്ങളിലും വന്നതാണ്. അതിന്റെ പ്രതികരണം പത്രക്കാർ എടുക്കാൻ പോയപ്പോൾ പിണറായി വിജയൻ പറഞ്ഞത് ഈ വിഷയം ഞങ്ങൾ പരിശോധിക്കുമെന്നാണ്. ഈ വിഷയമല്ലേ അൻവർ പറഞ്ഞത്? ഇതല്ലേ അൻവർ ഉന്നയിച്ച പ്രശ്നങ്ങളുടെ ഏറ്റവും കാതലായ പ്രശ്നം എന്ന് പറയുന്നത്? രണ്ടാമത് നിങ്ങൾ കേട്ടോളൂ, RSS-ന്റെ ചായ്വുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാർ പോലീസിലെ നിർണായക സ്ഥാനങ്ങളിൽ വന്നിരിക്കാൻ ശ്രമിക്കുന്നു. ആരാ പറഞ്ഞത്? രമേശ് ചെന്നിത്തലയാണോ? VD സതീശനാണോ? കുഞ്ഞാലിക്കുട്ടി സാഹിബാണോ? അല്ല. ഇത് പറഞ്ഞത് കേരളത്തിലെ പോലീസിന്റെ ചുമതലയുണ്ടായിരുന്ന ആഭ്യന്തരമന്ത്രിയായിരുന്ന കോടിയേരി ബാലകൃഷ്ണനാണ്. 2021 പത്തനംതിട്ട CPM ജില്ലാ സമ്മേളനത്തിന്റെ ചർച്ചക്കിടയിൽ പറഞ്ഞ വാക്കാണിത്. ഞാൻ ചോദിക്കുന്നത്, കോടിയേരി പറഞ്ഞ വാക്കല്ലേ 2024 അൻവർ പറയുന്നത്? ആനി രാജ പറഞ്ഞ വാക്കല്ലേ അൻവർ പറയുന്നത്? 2017 നിങ്ങൾ വീണ്ടും ആലോചിക്കണം, കന്യാകുമാരിയിൽ നടന്ന RSS-ന്റെ പഠന ശിബിരത്തിൽ 27 കേരളത്തിലെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ പങ്കെടുത്തു. എന്നിട്ടോ അവര് തത്വമസി എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് രൂപീകരിച്ച്, വാട്സാപ്പ് ഗ്രൂപ്പ് രൂപീകരിച്ച് കേരളത്തിൽ RSS അനുകൂലികളായിട്ടുള്ള ഒരു സംഘത്തെ സൃഷ്ടിക്കാൻ ശ്രമിച്ചു. ആരോപണം ലീഗിന്റെതാണോ കോൺഗ്രസിന്റെതാണോ? അല്ല. കേരളത്തിലെ പത്രങ്ങൾ പരസ്യമായി ഉന്നയിച്ച തെളിവ് സഹിതം ഡിപ്പാർട്ട്മെന്റ് നടപടിയെടുത്ത വിഷയമാണ്. തത്വമസി എന്ന ഗ്രൂപ്പ് ഉണ്ടാക്കി 27 പോലീസ് ഉദ്യോഗസ്ഥന്മാർ കന്യാകുമാരിയിലെ RSS പഠന ശിബിരത്തിൽ പങ്കെടുത്തു എന്നത്. അൻവർ ഉന്നയിക്കുന്ന രാഷ്ട്രീയ പ്രശ്നങ്ങൾ എത്രമാത്രം റെലവന്റ് ആയിരുന്നു എന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവതാണ്. ഇനി മറ്റൊന്ന് ഞാൻ ചോദിക്കട്ടെ, തൃശ്ശൂരിലെ പോലീസ് അക്കാഡമിയിൽ ബീഫ് കൊടുക്കണില്ല എന്ന് തീരുമാനിച്ചു. ബീഫ് കൊടുക്കണം എന്നുള്ള നിർബന്ധം ആർക്കും ഇല്ല. പക്ഷെ കൊടുക്കണില്ല എന്ന് തീരുമാനിക്കുന്നതോ? ഈ രാജ്യത്ത് അനുവദിക്കപ്പെട്ട ഒരു ഭക്ഷണം കൊടുക്കാൻ പാടില്ല എന്ന് ഉത്തരവിടുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ IG സുരേഷ് രാജാണ്. സുരേഷ് രാജ് പുരോഹിത് എന്ന് പറയുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ. ഇതൊക്കെ പോട്ടെ, പത്രക്കാർ ഈ വിഷയം ചോദിച്ചു, നിങ്ങൾ RSS അജണ്ട നടപ്പിലാക്കുകയാണോ? പുരോഹിതിന്റെ മറുപടി ഉണ്ട്, കേരള പോലീസിൽ എന്റെ സ്ഥാനമുണ്ടെങ്കിൽ ഞാൻ RSS-ന്റെ നടപടി, RSS-ന്റെ പദ്ധതി നടപ്പിലാക്കും. ഇത് പറഞ്ഞത് പുരോഹിതല്ലേ? ഈ രാജ്യത്തിലെ പത്രങ്ങൾ എഴുതിയതല്ലേ? അവരുടെ മുമ്പിൽ പുരോഹിതന്റെ വർത്തമാനം ഉണ്ടായിരുന്നില്ലേ? ഞാൻ ചോദിക്കുന്നത്, 2024 അൻവർ ഉന്നയിച്ച രാഷ്ട്രീയ വിഷയങ്ങൾ ഇതുതന്നെയല്ലേ? ഇതല്ലേ ഉള്ളത്? ഇനി മറ്റൊന്ന്, തൃശ്ശൂരില് AIYF-ന്റെ സമരം നടന്നു. ആ സമരത്തെ പൊളിക്കാൻ, ആ സമരത്തിനകത്തേക്ക് ABVP-കാർ ഇടിച്ചു കയറി. തൃശ്ശൂരിലാണ്
എന്താ അതിന്റെ കേസ് ഉണ്ടായത്? അവസാനം CPI അതിശക്തമാം വിധത്തിൽ CPIയുടെ സ്റ്റേറ്റ് കമ്മിറ്റി അതിനെതിരെ പ്രമേയമുണ്ടാക്കി. എന്താ കാര്യം? ആ CPIക്കാരെ ആക്രമിച്ച യുവമോർച്ചക്കാർക്കെതിരെ കേസില്ല. ഞാൻ ഈ പറയുന്ന നിമിഷം വരെയും കേസില്ല. ഇനി മറ്റൊന്ന്, സംവിധായകൻ കമലിന്റെ വീട്ടിലേക്ക് AIYF മാർച്ച് നടത്തി. എത്ര AIYF കേസെടുത്തു? കമൽ പരാതി കൊടുത്തില്ലേ? കേരളത്തിലെ സിനിമാ പ്രവർത്തകന്മാർ പരാതി പറഞ്ഞില്ലേ? ഒരു കേസും ഇല്ലല്ലോ. എന്നാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, കമൽ സി എന്ന് പറയുന്ന നോവലിസ്റ്റ്, അയാൾക്കെതിരെ യുവമോർച്ചക്കാർ പരാതി കൊടുത്തു. പരാതി കൊടുത്തപ്പോ അയാളെ പോലീസ് കോഴിക്കോട് വന്ന് അറസ്റ്റ് ചെയ്തു. ഞാൻ നിലമ്പൂരുകാരോട് പറയട്ടെ, ഈ നിലമ്പൂരില് അന്നത്തെ പോലീസ് വേട്ടയുടെ ഭാഗമായി നക്സലൈറ്റ് എന്ന് പറഞ്ഞ് കുപ്പു ദേവരാജിനെ, നക്സലൈറ്റുകാരനായ കുപ്പു ദേവരാജിനെ വെടിവെച്ചു. അദ്ദേഹം കൊല്ലപ്പെട്ടു. അദ്ദേഹത്തിന്റെ മൃതശരീരം കൊണ്ടുപോകുമ്പോൾ അതിനെതിരെ ഈ നിലമ്പൂരിൽ വെച്ച് BJPക്കാർ ആക്രമിച്ചു. ഏതെങ്കിലും ഒരു BJPക്കാരന്റെ പേരിൽ കേസെടുത്തോ പോലീസ്? ഇല്ലെന്ന് മാത്രല്ല, ഗ്രോവാസു എന്ന് പറയുന്ന 19 വയസ്സുള്ള ഒരു പാവം വൃദ്ധന്റെ പേരിൽ കേസെടുത്ത് പോലീസ് കുടുങ്ങി. ഗ്രോവാസു പറഞ്ഞു, ഞാൻ ജാമ്യത്തിനൊന്നും നോക്കൂല, ഞാൻ പോവില്ല എന്ന് പറഞ്ഞു. പോലീസിന് ഗ്രോവാസുവിനെ ഇറക്കി വിടേണ്ടി വന്നു ലജ്ജയോടെ. ഞാൻ ചോദിക്കുന്ന മറ്റൊരു ചോദ്യം, മതപ്രഭാഷകനായ ഷംസുദ്ദീൻ പാലത്തിനെതിരെ നിങ്ങൾ UAPAയുടെ കേസെടുത്തു. എന്നാൽ ഒരു സാധാ പെറ്റി കേസ് നിങ്ങൾ ശശികലക്കെതിരെ എടുത്തോ ഈ സമയത്ത്? ഇതൊക്കെ കേരളത്തിലുണ്ട്. എന്തിനാണ് കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് കേരളത്തിലെ ജയിൽ ഉദ്യോഗസ്ഥന്മാർ ചേർന്ന് RSSന്റെ യോഗം ചേർന്നു. പത്രക്കാർ ചോദിച്ചു പോലീസിനോട്, എന്താ കേരളത്തിന്റെ മുഖ്യമന്ത്രി പറഞ്ഞത്? അതുണ്ടായി, നടപടി വരും. എപ്പോ വരും? ഞാൻ ചോദിക്കുന്നത്, നടപടി എടുത്തവരെ മാറ്റാന്നുള്ളതല്ല. എങ്ങനെയാണ് കേരളത്തിന്റെ പോലീസിൽ, കേരളത്തിന്റെ സിസ്റ്റത്തിനകത്തേക്ക് ഈ സംഘപരിവാർ കടന്നു വരുന്നത്? ഈ പ്രശ്നമാണ് 2024 അൻവർ ഉന്നയിച്ച രാഷ്ട്രീയ വിഷയങ്ങളുടെ കാതൽ എന്ന് പറയുന്നത്. അൻവർ പറഞ്ഞത് അജിത്തിനെ കുറിച്ചാണ്, ADGP. അൻവർ പറഞ്ഞത് SP സുജിത്തിനെ കുറിച്ചാണ്. ഈ 2 വിഷയങ്ങൾ കേരളത്തിൽ ചർച്ച ചെയ്തില്ലേ? ഇപ്പോഴും എന്താ സ്ഥിതി? ഇത്രമേൽ പരസ്യമായി അതിശക്തമായ നിലപാടുകൾ എടുത്ത് ഈ ADGPയെ മാറ്റണമെന്ന അഭിപ്രായം ഉയർത്തിയപ്പോഴും നിങ്ങൾ തിരിച്ചറിയേണ്ട ഒരു കാര്യമുണ്ട്. അപ്പോഴും കേരളത്തിലെ ഗവൺമെന്റ്, പിണറായി വിജയൻ ആ അജിത്തിന്റെ കൂടെയാണ്. അയാളെ ഏറ്റവും ഉന്നത സ്ഥാനങ്ങളിലേക്ക്, DGPയുടെ സ്ഥാനത്തേക്ക് കൊണ്ടുവരാൻ ശ്രമം നടത്തി. CPI ഉടക്കു പറഞ്ഞു. ഇപ്പോഴും ആ ശ്രമങ്ങൾ തുടരുന്നു. ഈ പ്രശ്നമാണ് അൻവർ കേരളക്കരയിൽ ഉയർത്തിക്കൊണ്ടുവന്നത്. ഈ നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പില് വേറെയും വിഷയങ്ങളുണ്ട്. നിങ്ങൾ CPMകാരെന്താ വിചാരിച്ചത്? ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് നിങ്ങൾ പറഞ്ഞ നിങ്ങൾ കേരളം പിടിക്കാനുള്ള പുറപ്പാടാണ്. മൂന്നാമതും കേരളം പിടിക്കാൻ. രണ്ടാമത്തെ ഗവൺമെന്റ് വരുമ്പോ നമുക്കറിയാം, കേരളം ഇങ്ങനെ വിറങ്ങലിച്ചു നിൽക്കുന്ന ഒരു വല്ലാത്ത സന്നിഗ്ധമായ മുഹൂർത്തമായിരുന്നു. ആ മുഹൂർത്തത്തിൽ അവരുടെ മുമ്പിൽ പിണറായി വിജയൻ നിന്നു. അദ്ദേഹത്തിന്റെ കയ്യിലായിരുന്നു സകലമാന ടൂളുകളും. ലോകം തന്നെ അവസാനിക്കാൻ പോവുകയാണ് എന്ന് കരുതി പ്രവാസ ലോകം മുഴുവൻ ഭയപ്പെട്ട് നിൽക്കുമ്പോ, ലോകം മുഴുവൻ പേടിച്ചു നിൽക്കുന്ന ഒരു സന്നിഗ്ധമായ ഘട്ടത്തിൽ വളരെ ശക്തമായി ആസൂത്രിതമായി സഖാവ് പിണറായി വിജയൻ കഴിഞ്ഞ 2ാം തവണത്തെ ഭരണത്തെ കൊണ്ടുവന്നു. ഇപ്പോ 3ാമത്തെയും ഭരണം കൊണ്ടുവരുന്നു പറഞ്ഞിട്ട് അതിന്റെ പ്രൊപ്പഗണ്ടയിലായിരുന്നു കുറച്ചു ദിവസം. അത് പക്ഷേ പടച്ചോൻ തന്നെ നേരിട്ട് അതങ്ങ് അവസാനിപ്പിച്ചു. ഹൈവേയുടെ പേരിലായിരുന്നു ഒരു സമരം. എന്താ പറഞ്ഞിരുന്നത്? ഹൈവേ കാണിച്ചിട്ടാ പറഞ്ഞത്. റിയാസൊക്കെ പറഞ്ഞത് 3ാമത്തെ ഗവൺമെന്റ് വരാൻ പോണത് കേരളത്തിലെ ഹൈവേയുടെ പശ്ചാത്തലത്തിലാണ്. നമ്മളിങ്ങനെ ബേജാറായി നിൽക്കുകയാണ്. കേന്ദ്ര സർക്കാർ കൊണ്ടുവരുന്ന ഹൈവേയുടെ പേരിൽ റിയാസ് എന്തിനാ ഈ ജാതി ബഹളം ഉണ്ടാക്കുന്നത് നമ്മളിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കായിരുന്നു. അപ്പോഴാണ് ഹൈവേ പൊളിഞ്ഞോടി. ഒരു പൊളികലാണ്. 2 കുട്ടികളൊക്കെ ട്രോളാൻ തുടങ്ങി. ഏതായാലും ഒരു മഴ കൊണ്ട് ഹൈവേ എത്തിയുമായി പോയി എന്നാണ്. കേന്ദ്രമില്ല, സുരേന്ദ്രനും ഇല്ല, റിയാസും ഇല്ല. രണ്ടാളും കൈവിട്ട് കളഞ്ഞു. 2 പേരും കൈവിട്ടു. ആ ഹൈവേയുടെ പേരിൽ കേരളം പിടിക്കാൻ ഇറങ്ങി പുറപ്പെട്ട സർക്കാരിന് പടച്ചോൻ തന്നെ 2 മഴ കൊണ്ട് പണി കൊടുത്തു. ഒരു ഹൈവേയുടെ വിഷയം മാത്രമല്ല റിയാസെ, സഖാവ് പിണറായി വിജയൻ പറയും, നിങ്ങള് ഊരാലിങ്കൽ എന്ന് പറയുന്ന ഒരു കമ്പനിയെ ഉണ്ടാക്കി കേരളത്തിലെ രാഷ്ട്രീയക്കാരുടെ ബിനാമി പണം ഉപയോഗിച്ച് കോടാനുകോടി സമ്പാദിച്ച് ഇപ്പോഴും അതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്തവരുടെ ലിസ്റ്റ് പോലും പുറത്തു വിടാതെ ഈ കേരളക്കരയിൽ ഉണ്ടാക്കി വെച്ച വികസന പ്രവർത്തനങ്ങൾ എന്ന പേരിൽ നിങ്ങൾ പറയുന്നില്ലേ? എന്തൊക്കെയാ പൊളിഞ്ഞു വീഴുന്നത്? ഈ ഹൈവേ മാത്രമാണോ? ഈ ഹൈവേ മാത്രമാണോ പൊളിയുന്നത്? ഈ മഴ തുടങ്ങിയിട്ടില്ലല്ലോ.
ജൂൺ 1 ആയിട്ടില്ലല്ലോ. ഇതിനു മുമ്പ് പൊളിഞ്ഞു വീണ റോഡുകളുടെ കണക്കറിയോ? എവിടെ റോഡുള്ളത്? ഇത്രമേൽ അഴിമതി. കാരണം ഈ പറയുന്ന നാഷണൽ ഹൈവേയുടെ കയ്യിൽ നിന്ന് പണം വാങ്ങിയെന്ന് CPM സമ്മതിക്കുന്നു. ഇലക്ടറൽ ബോണ്ട് അല്ല, ഞങ്ങൾ പിരിവ വാങ്ങിയത്. സമ്മതിക്കുന്നില്ലേ? ആ റോഡിന്റെ പേരിൽ പൈസ CPM കാരൻ അടിച്ചു മാറ്റി കൊണ്ടുപോയ നിരവധി. ഇത് മാത്രമല്ലല്ലോ, എന്തെല്ലാം